ബീഹാറിലെ 6 ജില്ലകളിലെ അമ്മമാരുടെ മുലപ്പാലിൽ യുറേനിയം കണ്ടെത്തിയതായി വെളിപ്പെടുത്തുന്ന മൾട്ടി ഇൻസ്റ്റിറ്റ്യൂഷണൽ പഠന റിപ്പോർട്ട് പുറത്തുവന്നു. ഈ കണ്ടെത്തൽ നവജാത ശിശുക്കളുടെ പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകളാണ് ഉയർത്തുന്നത്. മുലപ്പാലിലൂടെ യുറേനിയം കുട്ടികളിലേക്ക് എത്തുന്നത് വൃക്ക തകരാറ്, ന്യൂറോളജിക്കൽ പ്രശ്നങ്ങൾ, വളർച്ചാ വൈകല്യങ്ങൾ, ദീർഘകാലാടിസ്ഥാനത്തിൽ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കൽ തുടങ്ങിയ നോൺ കാർസിനോജിക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം എന്നാണ് പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നത്. പട്നയിലെ മഹാവീർ ക്യാൻസർ സൻസ്ഥാൻ, എയിംസ് ന്യൂഡൽഹി എന്നിവയുമായി സഹകരിച്ച് ഡോക്ടർ അരുൺ കുമാറിന്റെയും പ്രൊഫസർ അശോക് ഘോഷിന്റെയും നേതൃത്വത്തിലാണ് പഠനം നടന്നത്. 2021 ഒക്ടോബർ മുതൽ 24 ജൂലൈ വരെയാണ് പഠനത്തിനായി സാമ്പിളുകൾ ശേഖരിച്ചത്. ജോധ്പൂർ, സമസ്തിപൂർ, ബെഗുസാരായ്, ഖഗരിയ, കതിഹാർ, നളന്ദ എന്നീ 6 ജില്ലകളിലെ 17 മുതൽ 35 വയസ്സുവരെ പ്രായമുള്ള 40 അമ്മമാരുടെ മുലപ്പാലിലാണ് ഇത്തരത്തിൽ പഠനത്തിനായി വിശകലനം ചെയ്തത്. ഇതിൽ പരിശോധിച്ച എല്ലാ സാമ്പിളുകളിലും യുറേനിയം സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. മുലപ്പാലിലെ യുറേനിയത്തിന്റെ അളവ് 0 മുതൽ 5.25 ലിറ്റർ വരെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ഏറ്റവും ഉയർന്ന അളവ് ഖഗരിയ ജില്ലയിലാണ്. ശരാശരി ഏറ്റവും ഉയർന്ന അളവിൽ യുറേനിയം കണ്ടെത്തിയത്. എന്നാൽ ഒരൊറ്റ സാമ്പിളിൽ ഏറ്റവും ഉയർന്ന അളവ് രേഖപ്പെടുത്തിയത് കതിഹാർ ജില്ലയിലാണ്. നളന്ദയിലാണ് ഏറ്റവും കുറഞ്ഞ ശരാശരി മലിനീകരണം രേഖപ്പെടുത്തിയത്. ഇത്തരത്തിൽ പാലിലെ യുറേനിയം അളവ് കുടിവെള്ളത്തിനായി ലോകാരോഗ്യ സംഘടന നിശ്ചയിച്ചിട്ടുള്ള അനുവദനീയമായ പരിധിയേക്കാൾ കുറവാണെങ്കിലും ഇത് ശിശുക്കൾക്ക് ഗുരുതരമായ ആരോഗ്യപരമായ സൃഷ്ടിക്കുന്നുവെന്ന് ഗവേഷകർ പറയുന്നു. മോണ്ടി കാർലോ സിമുലേഷൻ ഉപയോഗിച്ച് നടത്തിയ ആരോഗ്യപരമായ അപകട സാധ്യത വിലയിരുത്തലിൽ പാലിലൂടെയുള്ള യുറേനിയം സമ്പർക്കം കാരണം ഏകദേശം 70% ശിശുക്കളിലും നോൺ കാർസിനോജനിക് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് കണ്ടെത്തി. പാലിലൂടെ യുറേനിയം ശരീരത്തിൽ എത്തുന്നത് വൃക്കകൾക്ക് തകരാറ്, ന്യൂറോളജിക്കൽ തകരാറുകൾ, ബുദ്ധിപരമായ വികാസത്തിലുള്ള കാലതാമസം, പെരുമാറ്റ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമായേക്കാം. കൂടാതെ ഭാവിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയും ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട്. ശിശുക്കൾക്ക് ഈ വിഷമായ ലോഹം എളുപ്പത്തിൽ ആഗിരണം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ അവരുടെ കുറഞ്ഞ ശരീരഭാരവും വികസിച്ചുകൊണ്ടിരിക്കുന്ന അവയവങ്ങളും ഇത്തരത്തിൽ അവർക്ക് യുറേനിയം പോലുള്ള വിഷവസ്തുക്കളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള ശേഷിയും കുറവാണ്. ഇത് ശിശുക്കളെ കൂടുതൽ ദുർബലരാക്കുന്നു. യുറേനിയത്തിന്റെ യഥാർത്ഥ ഉറവിടം ഇപ്പോഴും വ്യക്തമല്ലെന്ന് എയിംസിലെ ഡോക്ടർ അശോക് ശർമ്മ പറഞ്ഞു. എന്നിരുന്നാലും ബീഹാറിലെ പാരിസ്ഥിതിക സാഹചര്യങ്ങൾ പ്രശ്നം കൂടുതൽ വഷളാക്കുന്നുണ്ടെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. പഠനഫലങ്ങൾ ആശങ്കാജനകമാണെങ്കിലും മുലപ്പാൽ കുഞ്ഞിന് നൽകുന്ന പോഷകപരവും രോഗപ്രതിരോധപരവുമായ ഗുണങ്ങൾ അമൂല്യമാണ്. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഇത്തരത്തിൽ പാൽ നിർത്തരുത് എന്ന് ഗവേഷകർ ശക്തമായി ശുപാർശ ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് നേരെയുള്ള ഈ ഭീഷണി കണക്കിലെടുത്ത് അടിയന്തരമായി ബയോ മോണിറ്ററിംഗ്, കർശനമായ ജലപരിശോധന, പൊതുജനാരോഗ്യ ഇടപെടലുകൾ എന്നിവ ആവശ്യമാണെന്ന് പഠനം ആഹ്വാനം ചെയ്യുന്നുണ്ട്.